ഇഷ്ടമല്ല ഇത് പണ്ടേ തന്നെ. അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണെന്നുള്ളത്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ് ഞാൻ പോണ്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നന്ദകുമാറിന്റെ വീട്ടിൽ, വെണ്ണലയിലെ വീട്ടിലാണ് ഇ.പി. ജയരാജനും ഞാനും ആദ്യമായിട്ട് കാണുന്നത്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം സംസാരിച്ചതാണ്. എന്താണ് പറഞ്ഞത്? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതല്ല ഉദ്ദേശം. അല്ല, അവിടെ വെച്ച് ചർച്ചയല്ല, ബി.ജെ.പിയിൽ ജോയിൻ ചെയ്യിക്കുന്നു പിറ്റേ ദിവസം. ഇ.പിനെ ഡൽഹിയിൽ നിന്ന് തിരിച്ചയച്ച് ഇപ്പോഴും വരട്ടി നിർത്തുക, ആ കോൾ ആരുടേതാണെന്ന് പിന്നീട് അന്വേഷിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീമാൻ ഇ.പിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അത് പിണറായി വിജയന്റെയാണ്. അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി. പിണറായി വിജയന്റെയാണ്. അപ്പൊ ആ വിളിയിലാണ് അദ്ദേഹം വരണ്ട് ഈ പരിപാടി ഉപേക്ഷിച്ചത്. നന്നായി പേടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.